Hello everyone. Uh, in this lecture I am going to explain about group communication. So it provides the first example of indirect communication paradigm. Okay, so we have learned indirect communication, that is the sender is unaware of the identity of the receiver. Okay, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ്, as the name implies, a message is sent to a group and this message is delivered to all members of the group. എല്ലാ മെമ്പേഴ്സിനും മെസ്സേജ് ഒറ്റ ഇതിൽ തന്നെ കിട്ടാനുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. So the central concept is that there will be an associated group membership whereby processes may join or leave the group. Okay, ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, ലീവ് ചെയ്യാം, അങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ മെസ്സേജ് കിട്ടുള്ളൂ. Those who don't want to receive messages can leave the group. Okay, so process can then send message to group and have it propagated to all members of the group with certain guarantees in terms of reliability and ordering. Okay, so it is considered as an important building block for a distributed system. So here we are here we are discussing some of the key areas of applications of group communication. That is, the first application is in the financial industry, that is to reliable dissemination of information to large number of clients. So if we want to send information to many number of clients, we can use group communication. Then second application is support for collaborative applications, where again events must be disseminated to multiple users to preserve a common view. Okay, example, multi-user games. Okay, so whenever some event happens, that will be sent to all the users. So in the case of a game and all, we may need such situations where we can use group communication. Then support for range of fault tolerance strategies. ദാറ്റ് ഇസ് ഫോൾട്ട് ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എറർ ഒരു ഡേറ്റയിൽ സംഭവിച്ചാലും വേറൊരു കോപ്പി വെച്ച് നമുക്ക് യൂസറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ദർ മേ ബി റിപ്ലിക്കേറ്റഡ് കോപ്പീസ് ഓഫ് ഡേറ്റ അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. സോ ദാറ്റ് റിപ്ലിക്കേറ്റഡ് കോപ്പീസ് മേ നീഡ് ടു ബി അപ്ഡേറ്റഡ്. ഓക്കെ, അപ്പോൾ റിപ്ലിക്ക എല്ലായിടത്തും ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വെനെവർ സം ചേഞ്ച് ഹാപ്പൻസ് ടു എ ഡേറ്റ, ദാറ്റ് ചേഞ്ച് ഷുഡ് ബി സെൻഡ് ടു ഓൾ ദ റിപ്ലിക്കേറ്റഡ് കോപ്പീസ്. ഓക്കെ, അപ്പോൾ അതിന് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. ദെൻ ലോഡ് ബാലൻസിങ്ങിന് വേണ്ടി സിസ്റ്റം മോണിറ്ററിങ്, മാനേജ്മെൻറ്റ്, ഇതിനെല്ലാം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. സോ ദീസ് ആർ സം ഓഫ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. Now consider the programming model. So നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും ഇത് മെസ്സേജ് അയക്കുന്നതാണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. മൾട്ടികാസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മൾട്ടികാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതായത് ഒരു സെൻഡർ is sending message to a group, so whoever is a member of the group can receive those messages. Okay, സോ ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് അയക്കുന്നതിനെയാണ് മൾട്ടികാസ്റ്റ് എന്ന് പറയുന്നത്. സോ ദർ ആർ ടു മോർ കൺസെപ്റ്റ്സ് ലൈക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് യൂണികാസ്റ്റിംഗ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസ്സസിനും, അതായത് ഹൂവർ ഈസ് കണക്റ്റഡ് ഇൻ ദ നെറ്റ്വർക്ക് വിൽ റിസീവ് മെസ്സേജ്. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു എ സിംഗിൾ പ്രോസസ് ഈസ് നോൺ ആസ് യൂണികാസ്റ്റ്. ഒരു ഒറ്റ പ്രോസസ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് യൂണികാസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ് എ പ്രോസസ് ഇഷ്യൂസ് ഓൺലി വൺ മൾട്ടികാസ്റ്റ് ഓപ്പറേഷൻ ടു സെൻഡ് എ മെസ്സേജ് ടു ഈച്ച് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സസ്. അതായത് ഒറ്റ ഒരു സെൻഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് ഓപ്പറേഷൻ മതി ഒത്തിരി പേർക്ക് മെസ്സേജ് അയക്കാൻ. ഇപ്പോൾ ജാവയിലാണെങ്കിൽ ആ ഗ്രൂപ്പ് ഡോട്ട് സെൻഡ് എന്നും പറഞ്ഞിട്ട് ആ മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ഒറ്റ ഒരു സിംഗിൾ മൾട്ടികാസ്റ്റ് ഓപ്പറേഷൻ വഴി ഒത്തിരി പേർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ the main benefit is it saves bandwidth. So rather than having independent
unicast operation, we can have a single multicast operation to send to many receivers. അപ്പോൾ ഈ സെൻഡറിന് ഇവർക്കെല്ലാം മെസ്സേജ് അയക്കണമെങ്കിൽ ഒരൊറ്റ മൾട്ടികാസ്റ്റ് കൊണ്ടയച്ചാൽ മതി, റാദർ ദാൻ ഹാവിങ് മൾട്ടിപ്പിൾ യൂണിക്കാസ്റ്റ്. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നതാണ് മൾട്ടികാസ്റ്റ്. ഇത് മൾട്ടിപ്പിൾ യൂണിക്കാസ്റ്റാണ് ഈ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ അതിന് പകരം ഒരു സിംഗിൾ മൾട്ടികാസ്റ്റ് ഓപ്പറേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ അനദർ ബെനിഫിറ്റ് ഇസ് ഡെലിവറി ഗ്യാരണ്ടി. ഇപ്പോൾ ഇവിടെ സിംഗിൾ മൾട്ടികാസ്റ്റ് ഓപ്പറേഷൻ ആണ് അഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് സെൻഡ് ഓപ്പറേഷൻ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ, സോ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സിന് ഡേറ്റ റിസീവ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ എല്ലാവർക്കും കിട്ടും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, ഇപ്പോൾ ഒരു സെൻഡർ ഹാഫ് വേ വെച്ച് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ റിലേറ്റീവ് ഓർഡറിങ് ഓഫ് മെസ്സേജസും അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സിംഗിൾ മൾട്ടികാസ്റ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഡെലിവറി ഗ്യാരണ്ടി ആൻഡ് ഓർഡറിങ് ഈസ് ഓൾസോ ദെയർ. ഓക്കെ, now we are discussing different categories of groups. There are different types of groups. First category is process group and object group. Okay, അപ്പോൾ most work on group services focus on the concept of process group. That is groups where communicating entities are processes. അതായത് പ്രോസസ്സസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലുള്ളതെങ്കിൽ ആ ഗ്രൂപ്പിനെ പ്രോസസ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെസ്സേജസ് ആർ ഡെലിവേർഡ് ടു പ്രോസസ് ആൻഡ് നോ ഫർദർ സപ്പോർട്ട് ഫോർ ഡിസ്പാച്ചിങ് ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, സോ മെസ്സേജസ് യൂഷ്വലി അൺസ്ട്രക്ചേർഡ് ബൈറ്റ് അറേ ആയിരിക്കും. നോ സപ്പോർട്ട് ഫോർ മാർഷലിംഗ് ഓഫ് കോംപ്ലെക്സ് ഡാറ്റ ടൈപ്സ് ഈസ് അവൈലബിൾ ഇൻ കേസ് ഓഫ് പ്രോസസ് ഗ്രൂപ്പ്. വാട്ട് ഈസ് മാർഷലിംഗ്? മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് പ്രൊസീജിയർ കോഴ്സിൽ പഠിച്ചതാണ്. അതായത് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ഓഫ് ഡേറ്റ, അങ്ങനെയുള്ള സംഭവമൊന്നും പ്രോസസ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. ഇറ്റ്സ് എ ഹൈ ലെവൽ അപ്രോച്ച്. So it is a collection of objects that process the same set of invocation concurrently with each returning responses. Okay, അപ്പോൾ ക്ലയൻറ്റ് ഒരു ഇൻവൊക്കേഷൻ നടത്തുമ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിൽ സെയിം സെറ്റ് ഓഫ് ഇൻവൊക്കേഷൻ കൺകറൻ്റ് ആയിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും റെസ്പോൺസ് റിട്ടേൺ ചെയ്യും. പക്ഷേ ഈ റിപ്ലിക്കേഷനെ കുറിച്ച് ക്ലയൻറ്റ് ഒബ്ജക്ട്സ് നീഡ് നോട്ട് ബി അവെയർ. അവർ അവർക്ക് വന്ന് ഒരു സിംഗിൾ ഓപ്പറേഷൻ ഇൻവോക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ അവർ ആക്ച്വലി ഒരു പ്രോക്സി ഒബ്ജക്റ്റിനാണ് റിക്വസ്റ്റ് അയക്കുന്നത്. അവരാണ് ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഈ ഇൻവോക്കേഷൻ അയക്കുന്നത്. അപ്പോൾ എല്ലാവരും പാരലലി അല്ലെങ്കിൽ കൺകറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് റിട്ടേൺ ചെയ്യും. സോ സച്ച് എ ഗ്രൂപ്പ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. ദെൻ അനദർ കാറ്റഗറി ഈസ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഗ്രൂപ്പ്. Group is said to be closed if only members of the group make multicast to it. അപ്പോൾ ഒരു ഗ്രൂപ്പ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന് മാത്രമേ അതിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എ പ്രോസസ് ഇൻ എ ക്ലോസ്ഡ് ഗ്രൂപ്പ് ഡെലിവേഴ്സ് ടു ഇറ്റ് സെൽഫ് എനി മെസ്സേജ് ദാറ്റ് ഇറ്റ് മൾട്ടികാസ്റ്റ് ടു ദ ഗ്രൂപ്പ്. അപ്പോൾ ആ അയച്ചയാൾക്കും മെസ്സേജ് കിട്ടും. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഗ്രൂപ്പ് ഈസ് ഓപ്പൺ ഇഫ് പ്രോസസ് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് മേ സെൻഡ് ടു ഇറ്റ്. ഇപ്പോൾ പുറത്തുനിന്നും ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഗ്രൂപ്പ് ഈസ് സെഡ് ടു ബി ഓപ്പൺ. ഓക്കെ, ഇപ്പോൾ ക്ലോസ്ഡ് ഗ്രൂപ്പും ഓപ്പൺ ഗ്രൂപ്പും ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. അനദർ കാറ്റഗറി ഈസ് ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ് ഗ്രൂപ്പ്. ഓവർലാപ്പിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസ് മേ ബി മെമ്പേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ്. അതായത് പ്രോസസ് ആവാം, ഒബ്ജക്റ്റ് ആവാം. അത് ഒന്നിലധികം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിനെയും പറയുന്ന പേരാണ് ഓവർലാപ്പിംഗ് ഗ്രൂപ്പ്. ഇപ്പം നമ്മുടെ കേസിൽ തന്നെ നമ്മൾ ഇപ്പോൾ പല ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആവാറുണ്ട് അല്ലേ. അപ്പം അതുപോലെയുള്ള ഗ്രൂപ്പ്സിനെയാണ് ഓവർലാപ്പിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നോൺ ഓവർലാപ്പിംഗ് എന്തായിരിക്കും? അറ്റ്മോസ്റ്റ് ഒരു ഗ്രൂപ്പിലെ പ്രോസസ്സ് ബിലോങ് ചെയ്യുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് നോൺ ഓവർലാപ്പിംഗ് ഗ്രൂപ്പ്. പക്ഷേ റിയൽ ലൈഫ് സിസ്റ്റംസിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവും. ഓക്കെ, നൗ റിഗാർഡിംഗ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് സിസ്റ്റം, രണ്ട് സിങ്ക്രണസ് എൻവയോൺമെൻറ്റിലും അസിങ്ക്രണസ് എൻവയോൺമെൻറ്റിലും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം.
Okay, so there is a requirement to consider group communication in both environments. Now, some of the implementation issues associated with the group communication. First one is reliability and ordering in multicast. Okay, so in group communication, all members of a group must receive copies of the message sent to the group, generally with the delivery guarantees. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും മെസ്സേജ് കിട്ടണം ഗ്രൂപ്പിൽ. ഓക്കെ, ഇപ്പം ഡെലിവറി ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം. സോ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മെയിൻലി 2 പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്, ഇൻറ്റഗ്രിറ്റി ആൻഡ് വാലിഡിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെസ്സേജ് എന്താണോ സെൻഡർ അയച്ചത് അത് തന്നെ റിസീവറിന് കിട്ടണം. ആൻഡ് നോ മെസ്സേജസ് ആർ ഡെലിവേർഡ് ട്വൈസ്. ഒന്നിലധികം പ്രാവശ്യം മെസ്സേജ് കിട്ടരുത്. ഈ 2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഇൻറ്റഗ്രിറ്റി. ഇനി വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എനി ഔട്ട് ഗോയിങ് മെസ്സേജ് ഇസ് ഇവൻച്വലി ഡെലിവേർഡ്. അയക്കുന്ന എല്ലാ മെസ്സേജും എങ്ങനെയെങ്കിലും അവിടെ എത്തിയിരിക്കണം. ആ ഒരു ഷുവർട്ടി, ദാറ്റ് ഇസ് കോൾഡ് വാലിഡിറ്റി. ആൻഡ് ഹിയർ ദേ ആർ കൺസിഡറിങ് വൺ മോർ പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് എഗ്രിമെൻറ്റ്. If message is delivered to one process, then it is delivered to all processes in the group. That is relevant to multicasting. അപ്പോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന് ഒരാൾക്ക് മാത്രം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അല്ലേ, എല്ലാവർക്കും കിട്ടണം. ഇറ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടു ഓൾ ദ പ്രോസസ്സസ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പം അതാണ് ഒരു തേർഡ് പ്രോപ്പർട്ടി, എഗ്രിമെൻറ്റ് എന്ന് ഇവിടെ പറയുന്നത്. അപ്പം അതാണ് റിലേറ്റഡ് ടു റിലയബിലിറ്റി. നൗ ഇനി റിലേറ്റഡ് ടു ordering. Okay, so group communication offers ordered multicast with the option of one or more of the following properties. അപ്പോൾ ordered multicasting ഓഫർ ചെയ്യുന്നുണ്ട്. അത് പല ടൈപ്പ് ഓഫ് ഓർഡറിങ് പറയുന്നുണ്ട് താഴെ. ഫസ്റ്റ് വൺ ഇസ് FIFO ഓർഡറിങ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിങ്, ഓൾസോ റെഫേർഡ് ടു എ സോഴ്സ് ഓർഡറിങ്. എന്ന് പറഞ്ഞാൽ എന്താ, സോഴ്സിൻ്റെ ഓർഡറിൽ തന്നെ റിസീവ് ചെയ്യണം. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് പ്രിസർവിങ് ദ ഓർഡർ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ സെൻഡർ പ്രോസസ്. സെൻഡറിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഓർഡറിംഗ് ആണ്. ഇഫ് എ പ്രോസസ് സെൻഡ്സ് വൺ മെസ്സേജ് ബിഫോർ അനദർ, ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ഇൻ ദിസ് ഓർഡർ അറ്റ് ഓൾ പ്രോസസ്സസ് ഇൻ ദ ഗ്രൂപ്പ്. അതായത് ഒരു സെൻഡർ ഒരു മെസ്സേജ് വേറൊരു മെസ്സേജിന് മുന്നെയാണ് അയച്ചതെങ്കിൽ എല്ലാ പ്രോസസ്സസിനും, ഗ്രൂപ്പിലുള്ള എല്ലാ പ്രോസസ്സസിനും ആ മെസ്സേജ് അതേ ഓർഡറിൽ തന്നെ കിട്ടണം. ഓക്കെ, അതായത് ഏത് ഓർഡറിലാണോ സെൻഡ് ചെയ്ത് അതേ ഓർഡറിൽ തന്നെ എല്ലാവർക്കും റിസീവും ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് FIFO ഓർഡറിങ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓർഡറിങ് ഈസ് കോൾഡ് കാഷ്വൽ ഓർഡറിങ്. ഹിയർ ദേ ആർ കൺസിഡറിങ് കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെസ്സേജസ്. അതായത് ആ ഒരു സെൻഡർ അയച്ച ഓർഡർ അല്ല, ഇപ്പോൾ വരുന്ന ഓർഡർ. ഇഫ് എ മെസ്സേജ് ഹാപ്പൻസ് ബിഫോർ അനദർ മെസ്സേജ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, ദിസ് സോ കോൾഡ് കാഷ്വൽ റിലേഷൻഷിപ്പ് വിൽ ബി പ്രിസർവ്ഡ് ഇൻ ദ ഡെലിവറി ഓഫ് ദ അസോസിയേറ്റഡ് മെസ്സേജസ് അറ്റ് ഓൾ പ്രോസസ്സസ്. അതായത് ഒരു പ്രോസസ്സിന് ഒരു മെസ്സേജ് വേറൊരു മെസ്സേജിന് മുന്നെയാണ് കിട്ടിയതെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടണം. ഓക്കെ, സെൻഡ് ചെയ്യുന്നത് ആ ഓർഡർ ആവണം എന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് കാഷ്വൽ റിലേഷൻഷിപ്പ്. Then total ordering എന്ന് പറഞ്ഞാൽ if a message is delivered before another message at one process, then the same order will be preserved at all process. അപ്പം ടോട്ടൽ ഓർഡറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ഏത് ഓർഡറിലാണോ ഒരു പ്രോസസ്സിന് കിട്ടുന്നത് അതേ ഓർഡറിൽ തന്നെ എല്ലാവർക്കും കിട്ടണമെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ടോട്ടൽ ഓർഡറിംഗ്. ഓക്കെ, സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് ordering, reliability and ordering. That was the first implementation issue. Second implementation issue is group membership management. ഇനി നമുക്കറിയാം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം, നമ്മൾ ഐക്കൺ മാറ്റും, സബ്ജക്റ്റ് മാറ്റും, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ആ ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ആണ് ഇവിടെ പറയുന്നത്, ജനറൽ ആയിട്ട് പറയുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് പ്രൊവൈഡിങ് ആൻ ഇൻ്റർഫേസ് ഫോർ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ചേഞ്ചസ്. The membership service provides operation to create and destroy process groups and to add or withdraw a process to or from a group. അപ്പം എന്തൊക്കെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം? പുതിയൊരു പ്രോസസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റണം, അതിലേക്ക് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ ആഡ് ചെയ്യാനും വിത്ഡ്രോ ചെയ്യാനും പറ്റണം.
In most systems, a single process may belong to several groups at the same time. Okay, മിക്ക സിസ്റ്റംസിലും ഒരു പ്രോസസ്സ് പല ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആവും, ഓവർലാപ്പിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. IP മൾട്ടികാസ്റ്റ് ആണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഇഷ്യൂ അസോസിയേറ്റഡ് വിത്ത് ഗ്രൂപ്പ് മെമ്പർഷിപ്പ് മാനേജ്മെൻറ്റ് ഇസ് ഫെയിലിയർ ഡിറ്റക്ഷൻ. ഇപ്പം ഗ്രൂപ്പിലെ ഒരാൾ ഫെയിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതറിയണം, അല്ലെങ്കിൽ അഡ്മിൻ അതറിയണം, അയാളെ മാറ്റി നിർത്തണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. The service monitors the group members not only in case they crash but also in case they become unreachable because of a communication failure. ഓക്കെ, അപ്പോൾ ഈ സർവീസിന് ക്രാഷ് ആവുമ്പോൾ മാത്രമല്ല, അവർ അൺറീച്ചബിൾ, കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ കാരണം അൺറീച്ചബിൾ ആവുമ്പോഴും അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ദ ഡിറ്റക്ടർ, ദാറ്റ് ഇസ് ഫെയിലിയർ ഡിറ്റക്ടർ, മാർക്സ് പ്രോസസ്സസ് ആസ് സസ്പെക്റ്റഡ് ഓർ അൺസസ്പെക്റ്റഡ്. എന്തെങ്കിലും പ്രശ്നമുള്ളവരെ സസ്പെക്റ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യണം. ആൻഡ് ഫെയിലിയർ ഡിറ്റക്ടർ ഒരു ഡിസിഷൻ എടുക്കണം അവരുടെ മെമ്പർഷിപ്പിനെ കുറിച്ച്. ദാറ്റ് ഈസ് ദേ ക്യാൻ എക്സ്ക്ലൂഡ് പ്രോസസ് ഫ്രം മെമ്പർഷിപ്പ് ഇഫ് ഇറ്റ് ഇസ് സസ്പെക്റ്റഡ് ടു ഹാവ് ഫെയിൽഡ് ഓർ ടു ഹാവ് ബിക്കം അൺറീച്ചബിൾ. അപ്പോൾ അത് എന്നേക്കുമായി ആ പ്രോസസ്സ് ഫെയിലായി അല്ലെങ്കിൽ അൺറീച്ചബിൾ ആയി എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വേണമെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, now notifying members of group membership changes. Okay, ഇത് ബാക്കിയുള്ള മെമ്പേഴ്സിനെ, പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ നോട്ടിഫൈ ചെയ്യുക. Now performing group address expansion, that is ഒരു group identifier. When a process multicast a message, it supplies the group identifier rather than a list of processes in the group. The group management membership management service expands the identifier into the current group membership for delivery. IP multicast does not itself provide group members with information about current membership, and multicast delivery is not coordinated with membership changes. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. മൾട്ടികാസ്റ്റിങ്ങിൻ്റെ ഗ്രൂപ്പ് അഡ്രസ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് ഐഡൻറ്റിഫയർ വെച്ചിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ആ ഐഡൻറ്റിഫയർ വെച്ചിട്ട് പുതിയ അഡ്രസ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഗ്രൂപ്പ് അഡ്രസ് എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഡയഗ്രത്തിൽ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് മാനേജ്മെൻറ്റിനുള്ള എല്ലാ ഓപ്ഷൻസും ഒന്നിച്ച് കാണിച്ചിട്ടുണ്ട്. സെൻഡ് ചെയ്യുക, മൾട്ടികാസ്റ്റിംഗ്, ലീവ് ചെയ്യുക, ഫെയിലാണെങ്കിൽ റിമൂവ് ചെയ്യുക, ജോയിൻ ചെയ്യുക, എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, so that's all about group communication. And one more last topic that is mentioned in module 3 is network virtualization. ഓക്കെ, നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിന് മുകളിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി ഒരു പുതിയ നെറ്റ്വർക്ക് സിമുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ദാറ്റ് ഇസ് സോഫ്റ്റ്വെയർ രീതിയിൽ അതിനെ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് മെനി ഡിഫറെൻറ്റ് വെർച്വൽ നെറ്റ്വർക്ക്സ് ഓവർ ആൻ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് സച്ച് ആസ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിന് മുകളിൽ ഒരു പുതിയ വെർച്വൽ നെറ്റ്വർക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് യൂഷ്വലി ഡിസൈൻഡ് ടു സപ്പോർട്ട് എ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, വൺ വെർച്വൽ നെറ്റ്വർക്ക് മൈറ്റ് സപ്പോർട്ട് മൾട്ടിമീഡിയ സ്ട്രീമിംഗ് ആൻഡ് കോഎക്സിസ്റ്റ് വിത്ത് അനദർ ദാറ്റ് സപ്പോർട്ട്സ് എ മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിം ബോത്ത് റണ്ണിങ് ഓവർ ദ സെയിം അണ്ടർലൈൻ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു അണ്ടർലൈൻ നെറ്റ്വർക്കിൻ്റെ മുകളിൽ നമ്മൾ ഒരു മൾട്ടിമീഡിയ സ്ട്രീമിങ്ങിന് വേണ്ടി ഒരു വെർച്വൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി, വേറെ ഒരെണ്ണം മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിംസിന് വേണ്ടി ഒരെണ്ണം ഉണ്ടാക്കി. ഇത് രണ്ടും നമ്മുടെ അണ്ടർലൈൻ നെറ്റ്വർക്കിലായിരിക്കും റൺ ചെയ്യുന്നത്. സോ അതിനുള്ളൊരു എക്സാമ്പിളാണ് ഓവർലൈൻ നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ആൻ ഓവർലൈൻ നെറ്റ്വർക്ക് ഇസ് എ വെർച്വൽ നെറ്റ്വർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് നോഡ്സ് ആൻഡ് വെർച്വൽ ലിങ്ക്സ് വിച്ച് സിറ്റ്സ് ഓൺ ടോപ്പ് ഓഫ് ആൻ അണ്ടർലൈൻ നെറ്റ്വർക്ക് ആൻഡ് ഓഫേഴ്സ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് അതർവൈസ് പ്രൊവൈഡഡ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. എ സർവീസ് ദാറ്റ് ഈസ് ടൈലേർഡ് ടുവേർഡ്സ് ദ നീഡ്സ് ഓഫ് എ ക്ലാസ് ഓഫ് ആപ്ലിക്കേഷൻ ഓർ എ പർട്ടിക്കുലർ ഹയർ ലെവൽ സർവീസ്. ഫോർ എക്സാമ്പിൾ, മൾട്ടിമീഡിയ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാസ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ സർവീസിനു വേണ്ടി ആയിരിക്കും ഇത് യൂഷ്വലി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ, മൾട്ടിമീഡിയ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ.
more efficient operation in a given networked environment, for example routing. ഇനി another thing, ഒരു നെറ്റ്വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, ഓക്കെ, ഇപ്പോൾ റൂട്ടിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, ഓക്കെ, ദെൻ അഡീഷണൽ എന്തെങ്കിലും ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ മൾട്ടികാസ്റ്റ് ഓർ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും യൂഷ്വലി ഓവർലേ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. Okay, so what are the advantages of overlay network? They enable new network services to be defined without requiring changes to the underlying network, given the level of standardization in this area and the difficulties of managing underlying router functionality. അപ്പോൾ അവർ നമുക്ക് പുതിയ നെറ്റ്വർക്ക് സർവീസസ് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു ചേഞ്ചും വരുത്താതെ തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, they encourage experimentation with the network services and the customization of services to particular classes of application. Okay, ഇനി നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ, ഇപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൂടാതെ നമുക്ക് എക്സ്പെരിമെൻറ്റേഷൻ നടത്താൻ വേണ്ടിയും ഇത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So multiple overlays can be defined and can coexist with the end result being a more open and extensible network architecture. അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഒന്നിലധികം ഓവർലേ നെറ്റ്വർക്ക് ഡിഫൈൻ ചെയ്യാം, അവർക്ക് കോഎക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്? വിത്ത് റിസൾട്ട് ബീങ് എ മോർ ഓപ്പൺ ആൻഡ് എക്സ്റ്റെൻസിബിൾ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. ഓക്കെ, ഒരു ഓപ്പൺ ആൻഡ് കൂടുതൽ എക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ആപ്ലിക്കേഷൻസാണ് അതിൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് ഓവർലേ ടൈപ്സും ഓരോരോ ആപ്ലിക്കേഷനു വേണ്ടി അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഹാഷ് ടേബിൾസ്, പിയർ ടു പിയർ ഫയൽ ഷെയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന, കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ, വയർലെസ് അഡ്ഹോക്ക് നെറ്റ്വർക്കിനൊക്കെ വേണ്ടി ഓവർലേ നെറ്റ്വർക്ക് യൂസ് ചെയ്തേക്കുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് given. Okay, so some other examples are all multicasting, resilience, security ക്ക് വേണ്ടി, disruption tolerant network, പല എക്സാമ്പിൾസ് ആണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. Okay, so that's all about overlay networks. So thank you.